ഒരു ദിവസം രാത്രി ഞാനും നിഖിൽ എന്ന എൻ്റെ ഫ്രണ്ടും കൂടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന നേരം കുറേ പട്ടികൾ റോഡിൽ നിൽപ്പുണ്ട്. സമയം 10 മണിക്ക് അടുത്തായിട്ടുണ്ടായിരുന്നു. ആ പട്ടികൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരുക്കമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഞാൻ നിഖിലിനോട് ഒരു വടിയെടുക്കാൻ പറഞ്ഞു. അന്നേരം തന്നെ അവൻ പുറകിലോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഞാനത് കണ്ടതും അവന് പുറകെ വെച്ചുപിടിച്ചു. പട്ടികളെല്ലാം കൂടെ കുരച്ചുകൊണ്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഓടിയൊരു വളവ് കഴിഞ്ഞതും അടുത്തുള്ള പള്ളിക്കവലയിൽ ഞങ്ങളെത്തി. അവ പുറകെ തന്നെ ഉണ്ട്. നമുക്ക് ആ മതിലിൽ കയറി നിൽക്കാമെന്ന് എൻ്റെ സുഹൃത്ത് വിജീഷ് എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഇരുവരും ഓടി ആ മതിൽ കയറിയിരുന്നു. പട്ടികൾ താഴെ എത്തി നിന്നു ഞങ്ങളെ നോക്കിക്കൊണ്ട് കുരയ്ക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ കരുതി ഇനി ഇവിറ്റെ കുരയ്ക്കുന്നത് കേട്ട് നാട്ടുകാരങ്ങനെ ഓടി വരുമോ എന്ന്. ഞങ്ങൾക്കിനി എന്താ ചെയ്യാന്ന് രൂപമില്ലാതെ ഇരിക്കുന്ന നേരം പെട്ടെന്ന് ആ പട്ടികളെല്ലാം കൂടെ കരഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി മറ്റൊരു വഴിക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ഇവിറ്റകൾക്ക് ഇതെന്തു പറ്റി എന്നായി ഞങ്ങളുടെ അന്നത്തെ നേരത്തെ ചിന്ത. ആ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാനും വിജീഷും ആ മതിലിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന നേരം അടുത്തൊരു മരച്ചൂട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇതാരാ ഈ നേരത്തെ ഇവിടെ ഞങ്ങൾ പരസ്പരം ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ കയറിയ മതിൽ ഞങ്ങൾ ശരിക്ക് തിരിച്ചറിഞ്ഞത്. സാറ എന്നൊരു സ്ത്രീ പണ്ട് തൂങ്ങി മരിച്ച വീടാണിതെന്നും ഈ വീട്ടിൽ അവരുടെ പ്രേതമുണ്ടെന്നും അതിന്റെ ശല്യം കാരണം ഈ വീട് ആര് വാങ്ങാത്തതും ഈ വീടിന്റെ ആൾക്കാർ ഇവിടെ താമസിക്കുക എന്ന കാര്യം ഞങ്ങൾ ഓർത്തത്. പണ്ട് ജർമ്മനിയിലോ മറ്റോ ആയിരുന്നു ഈ സ്ത്രീ. അവർ നാട്ടിൽ വന്ന് കുറച്ചു നാൾക്ക് ശേഷമാണ് ഇങ്ങനെ തൂങ്ങി മരിച്ചതെന്നും ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരു കേട്ട കഥയാണ്. അവരുടെ പ്രേതം ഇവിടെയുണ്ടെന്നും അതിനാൽ നമ്മളിപ്പോൾ കണ്ടത് അവരുടെ പ്രേതത്തെയാണെന്നും വിജീഷ് എന്നോട് പറഞ്ഞു. അതാ ആ പട്ടികൾ ഇങ്ങനെ ഓടിപ്പോവാൻ കാരണമെന്നും. ഞങ്ങൾക്ക് ശരിക്കും ഭയമായി. ഞങ്ങൾ ഇനി എന്താ ചെയ്യുക, ഒരു പിടുത്തവുമില്ല. ആ രൂപം അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും കണ്ടു. ശേഷം ആ രൂപം അവിടെ നിന്നും അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. അതിൻ്റെ വശത്തേക്ക് നീങ്ങിയതും ഞങ്ങൾ ആ മതിൽ നിന്ന് താഴേക്ക് ചാടി. ഓടാൻ ഭയമായി. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തിക്കിടക്കുന്നുണ്ട്. ഇനി പട്ടികൾ വരുമോ, പിന്നിൽ പ്രേതവും. ഞങ്ങൾക്ക് ശരിക്കും കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ആ സമയം ഞങ്ങൾക്ക് പുറകിൽ ആരോ നടന്നു വരുന്നൊരു ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. പുറകിൽ ആരോ ചുമക്കുന്ന കൂട്ട ശബ്ദവും. തിരിഞ്ഞു നോക്കാൻ ഭയമായി. എങ്കിലും ഞങ്ങൾ ആ പള്ളിയുടെ മുന്നിൽ എത്തിയതും തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ സ്ത്രീ റോഡിൽ നിന്നു ഞങ്ങൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾ പള്ളിയുടെ കപ്പകളയ്ക്കകത്തേക്ക് കയറി നിന്നു. ശേഷം തിരിഞ്ഞു വീണ്ടും അവരെ നോക്കി. ആ രൂപം അവിടെ തന്നെ നിന്നു. ശേഷം പെട്ടെന്ന് ആ ഭാഗത്ത് നിന്നും ഒരു വണ്ടിയുടെ വെട്ടം വന്നതും ആ സ്ത്രീ രൂപം അവിടെ നിന്നും മാഞ്ഞു പോയതുപോലെ പെട്ടെന്ന് കാണാതായി. രാജൻ എന്ന ചേട്ടന്റെ ഓട്ടോ ആയിരുന്നു ആ വരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ ഓടി വണ്ടിക്ക് മുന്നിൽ കയറി. ഞങ്ങളെ കണ്ടതും പുള്ളി വണ്ടി നിർത്തി. എന്താ ഈ നേരത്തെ നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഭയർന്നു വിറച്ചുകൊണ്ട് കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. ഇതിവിടെ പലരും കണ്ടിട്ടുണ്ടെന്നും ഞാനും കണ്ടിട്ടുണ്ട് എന്നായിരുന്നു പുള്ളിയുടെ മറുപടി. ശേഷം പുള്ളി തന്നെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പനിയായിരുന്നു. 2002 എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഉണ്ടായ ഒരു അനുഭവമാണിത് എന്നാണ് നിഖിൽ എന്ന സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അനുഭവകഥകളും മറ്റു പ്രേത നോവൽ കഥകളും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എന്നാൽ അടുത്തൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.